നീ എൻ്റെ ഫ്രണ്ടാണ്. കല്യാണിയുടെ നമ്പറൊക്കെ എടുത്തല്ലോ, ഞാൻ വിളിക്കാം. ഇടയ്ക്ക് കല്യാണിയെ ഗീതമായി കാണാം. പറയും കൈ കാണിച്ചോ. തിരിഞ്ഞാണെന്നോ. ഇറങ്ങിയിട്ട് ജസ്റ്റ് അമ്പലം നോക്കിയിട്ട് നേരെ ഇവിടെ നിന്ന് തിരിഞ്ഞു പറഞ്ഞു. അമ്പലത്തിൽ ഞാൻ പോയി കോണ്ടാക്ട് ചെയ്തോളെ. ഇത് പറഞ്ഞു നേരെ ഇതിപ്പോൾ അവരുടെ പക്ഷേ അവർ വണ്ടിക്ക് ആ ഫ്രെയിം എടുത്തെങ്കിൽ 600 വെച്ചോളെ. ഫ്രെയിം എടുത്ത് 600 വലിയൊരു ബാധ്യത. പിന്നെ ഭയങ്കര ബാധ്യതയായി. ഒന്നല്ല 5 ഈ കാലത്ത് സ്ത്രീകളെയൊന്നും മാറി സംരക്ഷിക്കാൻ പറയാ ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യയിൽ ക്രോസ് ചെയ്യലാണ് ഇവിടെ ആരും. അങ്ങനെ നോക്കി നിൽക്കാം. നോക്കുമ്പോൾ അവിടെ പോയി സെക്യൂരിറ്റി നിന്ന് സംസാരിക്കുന്നു. അവരിതാ അങ്ങോട്ട് പുള്ളി പോയി. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുള്ള ദൈവമല്ലേ. അപ്പം സീത ചോദിച്ചു, ഞങ്ങളിവിടെ സുരക്ഷിതരായിരിക്കുമോ? അപ്പോൾ ഗിരി പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് സേഫായിട്ട് ഇവിടെ തന്നെ നിൽക്കാം, ഒരു പേടിയും വേണം. വാക്കിയിട്ട് കല്യാണ സീതയുടെ മോശം ഒരു ആശ്വാസമായി. അപ്പോൾ കല്യാണം പറഞ്ഞു, ഈ ഒരു രാത്രി ഞാൻ പറഞ്ഞ വിശ്വാസമായി. കല്യാണം പറഞ്ഞു ഗിരി പറഞ്ഞു, ഇത്രയും നല്ല സ്വഭാവമുണ്ടോ നിങ്ങളെ ചേച്ചി റിയാക്ട് ചെയ്തോട്ടോ. ചെറിയ സാക്ഷ്യങ്ങൾ വരെ ചേച്ചി റെഡി. വണ്ടി നിർത്തി കേട്ടോ, വണ്ടി നിർത്തി. പുള്ളി ഇറങ്ങി ലെഫ്റ്റ്. കടമ്പലിയാകും ദീപു. ഞാൻ ടിഷ്യൂ അങ്ങനെ ആയിട്ടില്ല, നമുക്ക് ടിഷ്യൂ അങ്ങനെ ആയിട്ടില്ല. ഇനി കിട്ടും കിട്ടിയില്ലേ? അല്ല, ഞാൻ സ്പൂൺ വരാൻ റെഡിയാണ്. താങ്ക് യു. പ്രസന്നെ നോക്കണ്ട, ജയകൃഷ്ണനെ എവിടെയോ കണ്ട് പരിചയമുണ്ട്. ആരുമില്ല ഇവിടെ. എല്ലാരും പായസം